കൊപ്ര മില്ലിൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് ആദായം നേടുന്നതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ഉപയോഗശൂന്യമായി അവശേഷിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് കാർഷിക വിളകളും പരിപാലിക്കുന്ന ഒരു കർഷകനെ നമുക്കിന്ന് പരിചയപ്പെടാം. സംസ്ഥാനത്തിന്റെ നാണ്യവിളകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തെങ്ങു തന്നെയാണ്. രാജ്യത്തെ നാളികേര ഉൽപാദനത്തിന്റെ 80% കേരളത്തിൽ നിന്നു തന്നെ എന്ന് കാണുമ്പോൾ അതിലെ കാർഷികാദായവും ശ്രദ്ധേയമാകുന്നു. ഏറെ കാർഷിക മേഖലയിൽ പ്രതിസന്ധികളുണ്ടെങ്കിലും ഉപഭോഗത്തിലെ ആവശ്യകത ഉൽപാദനത്തിന്റെ അനിവാര്യതയെ സൃഷ്ടിക്കുന്നു. നാളികേരത്തിന്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഏറെ ഉണ്ടെങ്കിലും തേങ്ങയും വെളിച്ചെണ്ണയുമാണ് മലയാളിക്ക് എന്നും ഏറെ പഥ്യം. കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുത്ത ശേഷം അവശേഷിക്കുന്ന കൊപ്ര പിണ്ണാക്ക് ക്ഷീര കാർഷിക മേഖലയിലും വളരെ പ്രയോജനപ്പെടുന്നു. ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന കൊപ്ര പിണ്ണാക്ക് പശുക്കളുടെ പാലുൽപാദനത്തിൽ നല്ല വർധനവ് തന്നെ സൃഷ്ടിക്കുന്നു. പശുക്കൾക്കുള്ള ഒരു പ്രധാന കാലിത്തീറ്റ എന്നതിനൊപ്പം കാർഷിക വിളകൾക്കുള്ള പ്രധാന ജൈവവളമായും കൊപ്ര പിണ്ണാക്ക് അവശിഷ്ടവും ഉപയോഗപ്പെടുത്തിപ്പോരുന്നു. പ്രോട്ടീൻ ഘടകങ്ങളും ഇതര പോഷക സമ്മിശ്രവും അടങ്ങിയ കൊപ്ര പിണ്ണാക്ക് അവശിഷ്ടവും എല്ലാ കാർഷിക വിളകളുടെയും വളർച്ചയെ ഏറെ ത്വരിതപ്പെടുത്തുന്നു. ഈ തിരിച്ചറിവായിരുന്നു കൃഷിയെ ഹൃദയത്തിലേറ്റി ഏറെ സ്നേഹിച്ചിരുന്ന പി സുന്ദരത്തെ കൊപ്ര പിണ്ണാക്ക് ഉൽപാദന വിതരണത്തിലേക്ക് എത്തിച്ചത്. ആയിരത്തി 1992 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾ കൊപ്ര പിണ്ണാക്ക് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്യുന്ന കൊപ്ര പിണ്ണാക്കാണ് രോഹിണി ബ്രാൻഡ് കൊപ്ര പിണ്ണാക്ക്. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. അതിനുശേഷമാണ് കാലിത്തീറ്റ, ഓർഡിനറി കാലിത്തീറ്റയും സുപ്രീം കാലിത്തീറ്റ, ആടുതീറ്റ, കാഫ് സ്റ്റാർട്ടർ എന്നീ ഈ വിഭാഗങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ഉൽപാദനം നടത്തി ഇറക്കുന്നത്. ആദ്യത്തെ ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊപ്ര പിണ്ണാക്കാണ്, രോഹിണി ബ്രാൻഡ് കൊപ്ര പിണ്ണാക്ക്. 1992 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വെങ്ങോലയിൽ പ്രവർത്തനം ആരംഭിച്ച ആനന്ദ് ഓയിൽ എക്സ്ട്രാക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നുമാണ് രോഹിണി കൊപ്ര കാലിത്തീറ്റ എന്ന പേരിൽ ക്ഷീരമേഖലയെ ലക്ഷ്യമാക്കിയുള്ള കാലിത്തീറ്റയുടെ ഉൽപാദനത്തിനും വിതരണത്തിനും നാന്ദി കുറിച്ചത്. വെളിച്ചെണ്ണ മില്ലുകളിൽ നിന്ന് വെളിച്ചെണ്ണ ഉൽപാദനത്തിന് ശേഷം അവശേഷിക്കുന്ന കോക്കനട്ട് കേക്ക് അഥവാ CN കേക്ക് എന്ന കൊപ്ര പിണ്ണാക്ക് ഓയിൽ മില്ലിലേക്ക് എത്തിക്കുകയാണ് കൊപ്ര കാലിത്തീറ്റ നിർമ്മാണത്തിലെ ആദ്യപടി. ഇങ്ങനെ എത്തിക്കുന്ന കൊപ്ര പിണ്ണാക്കിൽ 7% മുതൽ 8% വരെ എണ്ണ ഉണ്ടായിരിക്കും. ഈ എണ്ണ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ വഴി പുറത്തെടുക്കുന്നു. എക്സ്ട്രാക്ഷൻ യൂണിറ്റ് വഴി എടുക്കുന്ന വെളിച്ചെണ്ണ മില്ലിൽ സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കുകളിൽ ശേഖരിക്കുന്നു. കൊപ്ര പിണ്ണാക്കിലെ 7% മുതൽ 8% വരെയുള്ള എണ്ണ നീക്കം ചെയ്ത ശേഷമാണ് കാലിത്തീറ്റ നിർമ്മാണത്തിലേക്ക് കടക്കുക. ഇതിൻ്റെ ഒരു ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊപ്ര പിണ്ണാക്കാണ്. കൊപ്ര പിണ്ണാക്കിന് പുറമെ മെയ്സ്, അതേമാതിരി തന്നെ കോട്ടൺ സീഡ് കേക്ക്, എക്സ്ട്രാക്ഷൻ കേക്ക്, സിൽക്ക് കോട്ടൺ ഉണ്ട്, അതേമാതിരി തന്നെ മറ്റേ സോയ കേക്കുണ്ട്. അങ്ങനെ കേക്ക് ഐറ്റംസ് ആണ് ഞങ്ങളുടെ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പരിപാടി ഈ പലറ്റിൻ്റെ സംബന്ധിച്ചോളം. ഇവിടെ ഇപ്പോൾ സാധാരണ കാലിത്തീറ്റ, അതേപോലെ തന്നെ സുപ്രീം കാലിത്തീറ്റ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലുണ്ട്. ബൈപ്പാസ് പ്രോട്ടീനുള്ള ഒരു തീറ്റയാണത്. അത് ഹൈബ്രിഡ് പശുക്കളെ സംബന്ധിച്ചോളം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. അതിനകത്തും ഈ കേക്ക് ഐറ്റംസ് മാത്രമാണ് ഞങ്ങൾ കൂടുതലും അതിനകത്ത് ഉപയോഗിക്കുന്നത്. സുപ്രീമിന് പുറമെ ആടുതീറ്റയുണ്ട്. ആടുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു തീറ്റ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അതിന് പുറമെ കാഫ് സ്റ്റാർട്ടർ എന്ന് പറയുന്നൊരു മെറ്റീരിയലുണ്ട്. അത് കന്നുകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു തീറ്റയാണ്. 1992
സാധാരണ കൊപ്ര പിണ്ണാക്ക് കാലിത്തീറ്റയുടെ ഉൽപ്പാദനമാണ് ആരംഭിച്ചതെങ്കിൽ തുടർന്ന് ശാസ്ത്രീയമായ രീതിയിൽ പോഷകസമൃദ്ധമായ കാലിത്തീറ്റയുടെ നിർമ്മാണം കമ്പനി ലക്ഷ്യമിട്ടു. അതിലൂടെ പ്രഥമ കാലിത്തീറ്റയ്ക്ക് പുറമെ രോഹിണി സുപ്രീം, രോഹിണി കാഫ് സ്റ്റാർട്ടർ, രോഹിണി ഗോഡ് ഫീഡ് എന്നിവയുടെ ഉൽപ്പാദനത്തിലേക്കും കമ്പനി കടന്നെത്തി. പോഷകസമൃദ്ധമായ ധാതുക്കളാണ് ഈ കാലിത്തീറ്റ കൂട്ടിൽ ഏറെയുള്ളത്. മാത്രവുമല്ല, മറ്റ് കാലിത്തീറ്റകളിൽ അടങ്ങുന്ന എല്ലാ ഘടകങ്ങളും രോഹിണി സുപ്രീം കൊപ്ര കാലിത്തീറ്റയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രോഹിണി കാലിത്തീറ്റ കാലികൾക്ക് ഏതെല്ലാം രീതിയിൽ ഗുണം ചെയ്യുന്നു? രോഹിണി എന്ന ബ്രാൻഡ് നെയിമിൽ ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 5 തരം കാലിത്തീറ്റകളാണുള്ളത്. സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊപ്ര പിണ്ണാക്ക്, അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ആഡ് ചെയ്ത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ബാക്കി 4 എണ്ണമാണ് ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതിലേറ്റവും മുന്തിയ ഇനമാണ് ഞങ്ങളുടെ സുപ്രീം, രോഹിണി സുപ്രീം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ബൈപ്പാസ് പ്രോട്ടീൻ ധാരാളമുണ്ട്. ബൈപ്പാസ് പ്രോട്ടീൻ നമുക്കെല്ലാം അറിയാം, കൂടുതൽ പ്രോട്ടീൻ മനുഷ്യർക്ക് ലഭ്യമാകത്തക്ക വിധത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു വീടാണ്. ബാക്കി ഉള്ളതൊക്കെ സാധാരണ കാലിത്തീറ്റകൾക്ക് ആവറേജ് സൈസിലുള്ള പാലുൽപാദനം ഉള്ള പശുക്കൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കൂടാതെയാണ് കാഫ് സ്റ്റാർട്ടർ, ഗോഡ് ഫീഡ് എന്ന 2 ഐറ്റം ഉള്ളത്. ഇതിലൊക്കെ ഞങ്ങൾ കോമൺ ആയിട്ട് പൊതുവായിട്ട് ചേർക്കുന്ന ഒരു ഐറ്റമാണ് ഞങ്ങളുടെ രോഹിണി കൊപ്ര പിണ്ണാക്ക്. കാരണം അത് ഞങ്ങളുടെ സ്വന്തം ഉൽപ്പന്നമാണ്. അത് ഏകദേശം ഞങ്ങൾ എല്ലാ തരത്തിലും ഒരു 30 മുതൽ 40% വരെ ഈ എല്ലാ കാലിത്തീറ്റകളും ചേർക്കാറുണ്ട്. കാലിത്തീറ്റയിലും രോഹിണി മറ്റെല്ലാ പ്രോഡക്റ്റിലും ഞങ്ങൾ ചേർക്കാറുണ്ട്. അല്ലെ, ഒരു ക്വാളിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിർദ്ദേശിക്കുന്ന ആ സ്റ്റാൻഡേർഡിൽ ഒരിക്കലും ഞങ്ങൾ താഴെ നിൽക്കാറില്ല. എപ്പോഴും ഞങ്ങൾ അതിൻ്റെ മുകളിൽ പ്രോട്ടീൻ്റെ കാര്യത്തിലും മറ്റ് പോഷകാംശങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഞങ്ങൾ അത് നിഷ്കർഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ക്വാളിറ്റിയെപ്പറ്റി ഇതുവരെ ഞങ്ങൾക്ക് ഗൗരവമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. സാധാരണ പാലുൽപാദന ശേഷിയുള്ള പശുക്കൾക്ക് രോഹിണി കൊപ്ര കാലിത്തീറ്റ പ്രയോജനപ്പെടുന്നെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾക്ക് രോഹിണി സുപ്രീം കൊപ്ര കാലിത്തീറ്റ വഴി ലഭിക്കുന്ന പോഷകപ്രദമായ ഭക്ഷണ വൈശിഷ്ട്യം ഏറെ പ്രത്യേകതയാർന്നത് തന്നെ. അതുകൊണ്ടുതന്നെ രോഹിണി കൊപ്ര പിണ്ണാക്ക് കാലിത്തീറ്റകൾ ക്ഷീര കാർഷിക മേഖലയിൽ ഇന്നേറെ ജനപ്രിയവുമായിരിക്കുന്നു. കന്നുകുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുന്ന രോഹിണി കാഫ് സ്റ്റാർട്ടറും ആനന്ദ് ഓയിൽ എക്സ്ട്രാക്ഷന്റെ മികച്ച സംഭാവന തന്നെ. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നത് കന്നുകുട്ടികളെ വളർത്തി പശുക്കളാക്കി വരയ്ക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ വരുന്നുണ്ട് കേരളത്തിൽ. കാരണം നേരത്തെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ പശുക്കളെ വാങ്ങിക്കുന്ന ഒരു ശീലമായിരുന്നു. അപ്പോൾ അതിന് എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടോന്നോ ഒന്നും തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇതാകുമ്പോൾ ഇവിടുത്തെ കുട്ടികളെ തന്നെ വളർത്തി ആ കുട്ടികളെ വലുതാക്കി അതിനെ ഒരു മെച്യൂരിറ്റി വരുന്നൊരു സ്റ്റേജ് വരെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ളൊരു ട്രെൻഡ് ഇപ്പോൾ വളരെയധികം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കാഫ് സ്റ്റാർട്ടർ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അത് നല്ല രീതിയിൽ മാർക്കറ്റിൽ നല്ലൊരു ആക്സെപ്റ്റൻസ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തിച്ചു പോരുന്നതെങ്കിൽ പാലുൽപാദന ശേഷിയുള്ള പുതിയ തലമുറയെ നമ്മുടെ നാട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് രോഹിണി കൊപ്ര പിണ്ണാക്ക് കാഫ് സ്റ്റാർട്ടർ വഴി സാധ്യമാകുന്നത്. ആരോഗ്യ സമ്പുഷ്ടിയും ഉൽപാദന ശേഷിയുമുള്ള ആടുകളുടെ സംരക്ഷണമാണ് രോഹിണി ഗോഡ് ഫീഡിലൂടെ കമ്പനി സാക്ഷാത്കരിക്കുന്നത്. ഏതു വംശത്തിൽപ്പെട്ട ആടുകളായാലും ഈ ആടുതീറ്റ അവയുടെ പ്രജനനത്തിലും പാലുൽപാദനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ആരംഭിച്ചത് വിശ്വനാഥൻ നായർ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ലതാ കെ നായരാണ് ഇപ്പോൾ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഒരു സ്ത്രീ നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവരുടെ ശ്രദ്ധയുണ്ട്.
നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട്. എല്ലാം ഞങ്ങളുടെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ തൊഴിലാളികളും അതുമായിട്ട് എൻ്റെ സഹപ്രവർത്തകരുമാണ്. അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ആൾക്കാർ എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ MD ശ്രീമതി ലത കെ നായർ ആണ്. ആനന്ദ് ഓയിൽ എക്സ്ട്രാക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സമീപത്തുള്ള 4.5 ഏക്കറിലേറെ വരുന്ന സ്ഥലം നിതാന്ത പച്ചപ്പിന്റെ കുടവട്ടം വീശി നിൽക്കുന്നു. ആനന്ദ് ഓയിൽ എക്സ്ട്രാക്ഷന്റെ നടുനായകനായ സുന്ദരം തന്റെ കാർഷികാഭിമുഖ്യത്തിന്റെ പ്രതീകമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിവിശാലമായ ഒരു വാഴത്തോട്ടമാണ്. ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ അതിന്റെ പരിസരത്ത് പരിസ്ഥിതി സംരക്ഷണാർത്ഥം ഒരു ഹരിതസമൃദ്ധിയും സംജാതമാക്കണമെന്ന സംസ്ഥാന മാലിന്യ നിയന്ത്രണ വകുപ്പിന്റെ നിർദ്ദേശവും ഈ പ്രക്രിയയ്ക്ക് ഉപലോത്ബലകമായി. ഞങ്ങളെ സംബന്ധിച്ചോളം പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാരുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അവരൊരു കണ്ടീഷൻ തന്നെയുണ്ട്, ഫാക്ടറിയിൽ ഒരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു പ്രത്യുൽപാദനപരമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് തന്നെ പോവാം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളിത് വാഴ വയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. ഏതാണ്ടൊരു 2000-ഓളം വാഴ, വിവിധ തരത്തിലുള്ള വാഴകൾ ഞങ്ങളിവിടെ ഉണ്ട്. ഏത്തവാഴയുണ്ട്, പാളയൻ ഉളനുണ്ട്, പൂവമ്പഴമുണ്ട്, ഞാലിപ്പൂവനുണ്ട്, റോബസ്റ്റയുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള വാഴ മാത്രമല്ല, ഞങ്ങൾക്കിവിടെ മാവ്, തെങ്ങ്, പ്ലാവ്, റംബൂട്ടാൻ അങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള ഫലവൃക്ഷ തൈകൾ ഞങ്ങളിവിടെ നടുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. വാഴ പാകമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ വർക്കേഴ്സിന്, ഞങ്ങളുടെ എംപ്ലോയീസിന് അവർക്ക് വൈകിട്ടുള്ള ചായയുടെ കൂടെ കൊടുക്കുന്നതിന് ഞങ്ങൾ പഴമാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പഴത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാക്ടറിയിലുള്ള വേസ്റ്റ്, പിണ്ണാക്കിൻ്റെ വേസ്റ്റ്, കാലിത്തീറ്റയുടെ വേസ്റ്റ്, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ അതിനാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ ജൈവവളമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിനും നല്ലതാണ്. ആ രീതിയിൽ സർക്കാരിൻ്റെ ഒരു നയം അത് ഞങ്ങൾ പറയുന്നു, ഞങ്ങളോട് പറഞ്ഞു, അത് ഞങ്ങൾ അനുസരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഴക്കൃഷിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം. 2000-ലേറെ വാഴകളാണ് ഇന്ന് ഈ തോട്ടത്തിലുള്ളത്. ഏത്തൻ, വിവിധതരം പൂവും, പാളയം കോലൻ, റോബസ്റ്റ തുടങ്ങി എല്ലാ ഇനങ്ങളും ഈ കദളി വനിയിൽ നിരയിരുന്നു. വാഴകളുടെ ഇടവിളകളായി ചേമ്പും ചേനയും വെണ്ടയുമുണ്ട്. വാഴ നടുന്നതിൻ്റെ രീതി എങ്ങനെയാണ്? വാഴ നടുന്നത് നമ്മൾ 2 അടി വ്യാസത്തിൽ 2 അടി വ്യാസത്തിൽ ഒരു കുഴിയെടുത്ത് ഒരു 1.5-2 അടി താഴ്ചയിൽ കുഴി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് വാഴ കന്ന് നടുന്നതിന് മുമ്പായിട്ട് ചാണകം, ചാരം, പിന്നെ നമ്മുടെ കൊപ്ര വേസ്റ്റ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ടതിന് ശേഷം വാഴക്കന്ന് നടുന്നു. നട്ടിട്ടാണ് എന്നിട്ട് നമ്മൾ നനയ്ക്കുന്നു. അത്രയാണ് പ്രാഥമികമായിട്ടുള്ള നടപടികൾ. ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ്? പൂർണ്ണമായിട്ടും ജൈവവളമാണോ ഉപയോഗിക്കുന്നത്? അതെ, പൂർണ്ണമായിട്ടും ജൈവവളമാണ്. ചാണകം, ചാരവും, പിന്നെ നമ്മുടെ കൊപ്ര വേസ്റ്റ്, അതുപോലെ തന്നെ മറ്റ് നമ്മൾ കാറ്റിൽ ഫീഡിന് ഉപയോഗിക്കുന്ന മറ്റ് മെറ്റീരിയലിനെല്ലാം വേസ്റ്റുകളുള്ളതുകൊണ്ട് അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഒരു വാഴ നടുമ്പോൾ തന്നെ വളം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 മാസം ഇടവേളയിൽ നമ്മൾ ഓരോ വാഴം കൂടെ ചെയ്യും. മണ്ണിൽ 2 അടി വ്യാസത്തിലും ആഴത്തിലുമുള്ള കുഴിയെടുത്ത് ചാണകപ്പൊടിയും ചാരവും കൊപ്രാപ്പിണ്ണാക്ക് അവശിഷ്ടവും ചേർത്ത മിശ്രിതം ഇട്ടാണ് വാഴക്കന്നുകൾ നടുക. ഓരോ 3 മാസം കൂടുമ്പോഴും വളപ്രയോഗം നടത്തുന്നു. ചാണകപ്പൊടി, കൊപ്രാപ്പിണ്ണാക്ക് അവശിഷ്ടവും സോൾവന്റ് എക്സ്ട്രാക്ടർ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന തടിവിറകിന്റെ ചാരം എന്നിവ ചേർത്തുള്ള മിശ്രിതം മാത്രമാണ് വളം. പോഷകസമ്പുഷ്ടമായ കൊപ്രാപ്പിണ്ണാക്കിന്റെ ഘടകങ്ങൾ വിളകളുടെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും കാരണമാകുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് സുന്ദരത്തിന്റെ ഈ വാഴത്തോട്ടം. വെള്ളത്തിന് എന്തെങ്കിലും ക്രമീകരണം ചെയ്തിട്ടുണ്ട്? ഉണ്ട്.
നമുക്കിവിടെ തന്നെ 2-3 കിണറുണ്ട്, അതെല്ലാം ഒരു പോണ്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഇത് നനയ്ക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നനയ്ക്കുന്നത് വന്നിട്ട് നമ്മൾ സമ്മർ സീസണിലാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം, ആഴ്ച 2 അല്ലാണ്ട് 3 പ്രാവശ്യം നനയ്ക്കും. തോട്ടത്തിലുള്ള കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും ജലസേചനവും നടക്കുന്നു. വളർന്നും കുലച്ചും പഴക്കുല തീർത്തും നിൽക്കുന്ന ഈ വാഴത്തോട്ടത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ ആനന്ദ് ഓയിൽ എക്സ്ട്രാക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തൊഴിലാളികൾ തന്നെ. സാർ, ഇപ്പോൾ ഇവിടെ 2000-ൽ പരം വാഴകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ജോലിക്കാരുടെ ആവശ്യത്തിന് നമ്മൾ കൊടുത്തിട്ട് അതിൽ മിച്ചം വരുന്ന ഒരുപാട് വാഴപ്പഴം ഉണ്ടാവും. അതിൻ്റെ വിപണി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിപണി കണ്ടെത്തിയിട്ടുണ്ട്. ആ വിപണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സമീപ പ്രദേശങ്ങളിലുള്ള ബ്രോക്കർമാരുണ്ട്. അവർ വരും, അവരതിൻ്റെ വാല്യൂ നിശ്ചയിക്കും, അവർക്ക് നമ്മളത് കൊടുക്കും. അത് നമ്മളൊരു കൊട്ടേഷൻ വാല്യൂ നമ്മൾ വെച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതാണ് നമ്മൾ പതിവ്. അതിന് പുറമെ ഇതിൻ്റെ വാഴയുടെ പിണ്ടി, അതിൻ്റെ കുടപ്പൻ, ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഇവിടുത്തുള്ള നമ്മുടെ വർക്കേഴ്സ്, നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അവർക്ക് കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചാർജൊന്നും വാങ്ങിക്കാറില്ല. പിണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാനും. ഇവിടുത്തെ ഈ വാഴയുടെ പിണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ പുറത്ത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം വിൽക്കാറില്ല. വാഴ കൊല അത് വിൽക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓണം സീസൺ വരുമ്പോൾ ഒരുവിധം സാമാന്യം തരക്കേടില്ലാത്ത വരെ ഞങ്ങൾക്ക് കിട്ടാറുമുണ്ട്. വാഴപ്പഴവും വാഴക്കുടപ്പനും വാഴപ്പിണ്ടിയുമൊക്കെ സംശുദ്ധമായ കാർഷികാഹാര വിഭവമായി കമ്പനി ഉടമയും തൊഴിലാളികളും ഇവിടെ വീതം വയ്ക്കുന്നു. കാർഷിക വൃത്തിയോടുള്ള പാരമ്പര്യമായ താൽപര്യമാണ് എറണാകുളത്തെ പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള സുന്ദറിനെ കൊപ്ര പിണ്ണാക്ക് കാലിത്തീറ്റ നിർമ്മാണത്തിലേക്കും തുടർന്ന് വാഴകൃഷിയിലേക്കും എത്തിച്ചത്. സാമ്പ്രദായികമായി കൊപ്ര പിണ്ണാക്ക് കാലിത്തീറ്റയായി നമ്മുടെ കർഷകർ ഉപയോഗപ്പെടുത്തി പോന്നിരുന്നെങ്കിലും അതിലെ പോഷകഘടകങ്ങൾ ഉൾപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ വിപുലമാക്കി ഉൽപ്പാദിപ്പിക്കുക എന്നതിലാണ് പി സുന്ദരം ഈ മേഖലയിൽ കൈവരിച്ച നേട്ടം. അത് ക്ഷീരമേഖലയ്ക്കും കാർഷിക വിളകൾക്കും വളരെയേറെ പ്രയോജനപ്പെടുന്നതിൽ ഈ സംരംഭകന് തികഞ്ഞ ചാരിതാർത്ഥ്യം തന്നെയെന്ന് കാണുമ്പോൾ ഈ മഹിത സംരംഭം കാർഷിക കേരളത്തിനേകുന്നത് മറ്റൊരു പ്രൗഢി തന്നെ. ഒരു കാർഷിക വൃത്തി മറ്റൊരു കാർഷിക നേട്ടത്തിന് സഹായകരമാകുന്നു. ഈ കാർഷിക സമീപനം ആർക്കും അനുകരണീയം എന്ന് കാണുമ്പോൾ അതിന്റെ അഭിമാനം നമ്മുടെ കാർഷിക കേരളത്തിന് തന്നെ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കീടനാശിനികളുടെ ഉപയോഗത്തിലും വിൽപ്പനയിലും നിയന്ത്രണം. തരിശുനില കൃഷി വ്യാപിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം. ഫാം സംരംഭകർക്ക് പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. മാരക കീടനാശിനികളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കീടനാശിനി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലും വിൽപ്പനയിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തുടരുന്നു. കൃഷി വകുപ്പ് ലൈസൻസ് നൽകിയിട്ടുള്ള വിതരണക്കാർ നൽകുന്ന
അംഗീകൃത ഗാർഹിക കീടനാശിനി ഉൽപ്പന്നങ്ങൾ മാത്രമേ റീറ്റെയിൽ ഷോപ്പുകളിൽ സൂക്ഷിക്കുവാനും വിൽപ്പന നടത്തുവാനും അനുവാദമുള്ളൂ. ഇതിനു പുറമെ റീറ്റെയിൽ ഷോപ്പുകൾ തങ്ങളുടെ അംഗീകൃത വിതരണക്കാർ നൽകിയിട്ടുള്ള കീടനാശിനികളുടെ ലിസ്റ്റ് അടങ്ങിയ ലൈസൻസിന്റെ പകർപ്പ് അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കേണ്ടതാണ്. തിരുവനന്തപുരം കനകക്കുന്നിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി വീടിന്റെ ടെറസുകളിലും പരിസരത്തും ജൈവ പച്ചക്കറി കൃഷി ശാസ്ത്രീയമായും ആദായകരമായും ചെയ്യുന്നതിനു വേണ്ടി പരിശീലന പരിപാടി നടത്തുന്നു. ഈ മാസം 12 മുതൽ 15 വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് 0472316384 എന്ന നമ്പറിലോ 9446484574 എന്ന നമ്പറിലോ വിളിക്കുക. തരിശുനില കൃഷി വ്യാപിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃഷിവകുപ്പ് അംഗീകാരം നൽകുന്നു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവയ്ക്ക് യഥാക്രമം 15 ലക്ഷം, 10 ലക്ഷം രൂപ ഒന്നാം സമ്മാനമായി നൽകും. 2-3 സ്ഥാനത്ത് വരുന്ന പഞ്ചായത്തുകൾക്ക് യഥാക്രമം 10 ലക്ഷം, 7 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും. പദ്ധതി പ്രകാരം പാട്ടകൃഷി നടത്തുന്ന കർഷകർക്കും സ്ഥലമുടമ സഹായം നൽകുന്നതാണ്. മുനിസിപ്പാലിറ്റിയിലും നഗരപ്രദേശങ്ങളിലുള്ള മികച്ച കരനെൽ കൃഷി പ്രവർത്തനങ്ങൾക്കും അംഗീകാരം നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. മഴക്കാലത്ത് റബ്ബർ തോട്ടങ്ങളുടെ ചിരട്ടകൾ കമിഴ്ത്തി വയ്ക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് കൃഷിവകുപ്പ്. കൊതുകുകളിലൂടെ പകരുന്ന വിവിധ രോഗങ്ങൾ നാട്ടിൽ പടർന്നു പിടിക്കുന്നത് തടയാൻ ഇത് സഹായമാകും. ടാപ്പിംഗ് നടക്കുന്ന തോട്ടങ്ങളിൽ പാൽ വീഴ്ച പൂർണ്ണമായും നിന്ന ശേഷം കറയെടുക്കുകയും തുടർന്ന് ചിരട്ട കമിഴ്ത്തി വയ്ക്കുകയും ചെയ്യണം. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റെയിൻ ഗാർഡ് ചെയ്ത തോട്ടങ്ങളിൽ പ്ലാസ്റ്റിക് നന്നായി താഴ്ത്തിവെച്ചാൽ അവയുടെ മടക്കുകളിൽ വെള്ളം കെട്ടുന്നത് ഒഴിവാക്കാം. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 12 മുതൽ 15 വരെ ഡയറി ഫാം സംരംഭകർക്കും 22 മുതൽ 24 വരെ പോത്ത് വളർത്തൽ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 048726956869 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്ന് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ മരത്തൈകൾ നട്ടുകൊണ്ട് കേരളമൊട്ടാകെ 1 കോടി നാടൻ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള ജനകീയ മുന്നേറ്റത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വനംവകുപ്പിന് പുറമെ കൃഷിവകുപ്പും സന്നദ്ധ സംഘടനകളും ഇതിനുള്ള തൈകൾ ലഭ്യമാക്കുന്നുണ്ട്. വഴിയോരങ്ങളിലും വീട്ടുവളപ്പിലും വിദ്യാലയങ്ങളിലുമൊക്കെ തൈകൾ നട്ടുപിടിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും ഗ്രാമപഞ്ചായത്തുകൾ, കുടുംബശ്രീ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് വൃക്ഷത്തൈകൾ നടുക. ആലപ്പുഴ മാവേലിക്കര ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഫാമിൽ പാവൽ, പടവലം, വെള്ളരി, പച്ചച്ചീര, ചുവന്നചീര, മത്തൻ, ചുരക്ക, വാളരി, മുളക്, വഴുതന തുടങ്ങിയ പച്ചക്കറി വിത്തുകളും വഴുതന, മുളക്, തക്കാളി എന്നിവയുടെ തൈകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0472357690 എന്ന നമ്പറിൽ വിളിക്കുക. മഴക്കാലത്ത് കന്നുകാലികളുടെ ആരോഗ്യം നിലനിർത്താൻ പ്രത്യേക പരിചരണ മുറകൾ അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. അകിട് വീക്കം തടയാൻ തൊഴുത്തും പരിസരവും അണുനാശിനി ലായനി തളിക്കണം. ശാസ്ത്രീയ കറവ രീതി അനുവർത്തിക്കുന്നത് നല്ലതാണ്. തൊഴുത്തിൽ ചാണകം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. കൂടിയ അളവിൽ പച്ചപ്പുല്ല് നൽകുമ്പോൾ വയറുവരുപ്പത്തിന് സാധ്യതയുള്ളതിനാൽ പച്ചപ്പുല്ല് വെയിലത്ത് വാട്ടിയോ വൈക്കോൽ കൂട്ടിച്ചേർത്തോ നൽകാവുന്നതാണ്. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,800 രൂപ, കോഴിക്കോട് 14,600 രൂപ, തൃശൂരിൽ 12,700 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,610 രൂപ, കോഴിക്കോട് 9,300 രൂപ, തൃശൂരിൽ 8,560 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,500 രൂപ, ഗാർബിൾഡ് 52,500 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ സേലത്ത് 8,400 രൂപ, ഈറോഡിൽ 8,700 രൂപ. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 11,800 രൂപ, 4ാം ഗ്രേഡ് 12,000 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 11,800 രൂപ, 4ാം ഗ്രേഡ് 12,000 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,610 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,500 രൂപ, ഗാർബിൾഡ് 52,500 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത്
20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 150-നും 170-നും മധ്യേ. തൊണ്ടില്ലാത്തത് 300-നും 340-നും മധ്യേ. ജാതിപത്രി 450-നും 550-നും മധ്യേ. ഗ്രാമ്പൂ 670 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, 4ാം ഗ്രേഡ് 12,000 രൂപ. ഒട്ടുപാൽ 8,000 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. ആഗോളതലത്തിൽ റബ്ബർ വീണ്ടും സമ്മർദ്ദത്തിൽ അകപ്പെട്ടതോടെ ഇന്ത്യൻ വ്യവസായികൾ ഷീറ്റ് വില ഇടിച്ചു. ആഭ്യന്തര അവധി വ്യാപാരത്തിലും റബ്ബറിന് ഇന്ന് തിരിച്ചടി നേരിട്ടു. അതേസമയം കാർഷിക മേഖലയിൽ നിന്ന് കൊച്ചി, കോട്ടയം വിപണികളിലേക്കുള്ള റബ്ബർ വരവ് നാമമാത്രമായിരുന്നു. 4ാം ഗ്രേഡ് കിലോ 120-ലേക്ക് ഇടിഞ്ഞു. ഏലക്കാക്ഷാമം രൂക്ഷമെങ്കിലും ഉൽപ്പന്നവില കാർഷിക മേഖലയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. സീസൺ അടുത്തതിനാൽ മാസാന്ത്യത്തിനു മുമ്പ് പുതിയ ഏലക്ക എത്തുമെന്ന നിഗമനത്തിലാണ് വ്യാപാരികൾ. വണ്ടൻമേട്ടിലെ ലേലത്തിന് വന്ന 41,414 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. ഹൈറേഞ്ചിലെ കുരുമുളക് ഉൽപ്പാദകർ ടെർമിനൽ മാർക്കറ്റിൽ കാര്യമായി ചരക്ക് വിൽപ്പനയ്ക്ക് ഇറക്കിയില്ല. അൺഗാർബിൾഡ് മുളക് കിലോ 505 രൂപ രേഖപ്പെടുത്തി. കുരുമുളക് വിദേശ വ്യാപാര രംഗം തളർച്ചയിലാണ്. മുഖ്യ വിപണികളിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റമില്ല. മഴ കൊപ്ര സംസ്കരണത്തിന് തടസ്സമുണ്ടാക്കിയത് ചരക്ക് ക്ഷാമത്തിന് ഇടയാക്കും. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 25. കൊച്ചി 32, 28.2. ആലപ്പുഴ 29.1, 25.2. പുനലൂർ 32, 24.5. തിരുവനന്തപുരം കൂടിയ താപനില 30.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.